എവിടെയായിരുന്നു നിങ്ങള്? ഇവളുടെ വണ്ടി വഴിക്ക് പണി തന്നു. കൊറേ നേരം നോക്കി, പിന്നെ അത് ഒതുക്കിയിട്ട് യൂബർ വിളിച്ചാ വന്നത്. പിന്നെ ഞങ്ങളല്ലല്ലോ ഇവിടുത്തെ സ്റ്റാർ, നീയല്ലേ? രംഭ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഋഷിയുടെ മമ്മിയോട് പറ ഭാവി മരുമകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഒന്ന് പോടി. ഋഷിക്കുള്ള പാർട്ടി വേറെ ഞാനാ കൊണ്ടുവന്നത്. ഒരു കോട്ട്. ഋഷിക്ക് പാർട്ടി വേറൊന്നും ഇഷ്ടമില്ലാത്തതല്ലേ, ഇടുവോ? അറിയില്ല, പക്ഷെ കൊടുത്തപ്പോ ഞാനൊരു കാര്യം മനസ്സിൽ കരുതിയിരുന്നു. ഇന്നത്തെ പാർട്ടിയിൽ ഋഷി അതിട്ടാൽ അതിനർത്ഥം ഋഷിയുടെ മനസ്സിൽ ഒരുപാട് ആഴത്തിൽ ഞാൻ ഉണ്ടെന്നാ. രംഭ, ലുക്ക്. ഋഷി, you look handsome. താങ്ക് യു. ഹായ്. ഹായ്. നിങ്ങളെപ്പോ വന്നു? Just now. ആണോ? Thanks ഋഷി. എന്തിന്? ഇന്ന് തന്നെ ഈ കോട്ട് ഇട്ടതിന്. ഇന്ന് ഇടാൻ വേണ്ടി തന്നെയല്ലേ തന്നത്? യെസ്. എന്നാലും രമ്യക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പൊതുവെ സിമ്പിൾ ആയ ഒരാള് ഇത് ഇടുമെന്ന്. ആക്ച്വലി ഐ ലൈക്ക് കാഷ്വൽസ്, ബട്ട് ദിസ് ഇടാമെന്ന് തോന്നി. ചിന്ത, നിങ്ങൾ എന്നാ ഋഷിയുടെ ഏട്ടനെ കണ്ടിട്ട് വാ. വാ. ഏട്ടനെ അവർക്ക് പരിചയം കാണില്ല, താൻ പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഏയ് വേണ്ട, എനിക്ക് ഈ പാർട്ടിയും ബഹളം ഒന്നും അല്ല മനസ്സിൽ. ഈ ആൾക്കൂട്ടമൊക്കെ കാണാതായി. ഞാനും ഋഷിയും മാത്രം തനിച്ചാന്നുള്ള തോന്നലാ. ബെറ്റർ യു കൺസൾട്ട് വിത്ത് ഡോക്ടർ. ഇത്തരം തോന്നലുകൾ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. കം ഓൺ ഋഷി, എല്ലാം അറിയാവുന്ന ആളായിട്ടും ഇങ്ങനെ സംസാരിക്കല്ലേ. എനിക്കെന്തറിയാം? അത് ഋഷി എന്റെ മുന്നിൽ അഭിനയിക്കുന്നതാ. ഓക്കെ, ഞാൻ തന്നെ പറയാം. ആ ഏട്ടാ, ആ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനാ. Okay. സോറി രംഭ, ഏട്ടൻ ഇപ്പൊ വിടാവേ. വാ. നല്ലൊരു കത്തിന്ന് ഞാൻ ഒരുക്കൊണ്ട് വന്നതല്ലേ. യെസ്, താങ്ക് യു. നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അവൾ അങ്ങനെ പാളാവണ്ട. ഓ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു. ഇപ്പൊ ഞാൻ വിട്ടിട്ട് പോണോ അതോ രക്ഷിക്കണോ? ചതിക്കല്ലേ? എന്നാ പിന്നെ വാ. അമ്മൂമ്മയുടെ കൊച്ചുമോളുടെ പേരെന്താ? പറ. അത് ലക്ഷ്മി, ഐശ്വര്യ ലക്ഷ്മി. നല്ല പേരാണല്ലോ. ആ മോൾ എങ്ങനെയാ പോയ അമ്മൂമ്മേ? അതോ, അമ്മുമ്മയും എല്ലാവരും കൂടി നടക്കുമ്പോ ഒരു തിരക്കിൽ അമ്മുമ്മയുടെ കൈവിട്ടു പോയതാ മോനെ. അയ്യോ, എന്നിട്ട്? അതെ, എനിക്ക് നല്ല പരിചയമുള്ള കുട്ടിയാ. അല്ല, മോളെന്താ വന്നത്? അത് ശരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നതല്ല. ഇവിടെ അന്നപൂർണ കോളേജിന്റെ ഉടമസ്ഥ പാർവതിയമ്മ അറിയാമോ? ഞാൻ അവരുടെ വീട് തിരക്കിയാ വന്നത്. ആളെ അറിയാം. എന്താ കാര്യം? എനിക്കും കൂട്ടുകാരിക്കും അവരുടെ കോളേജിൽ സീറ്റ് വേണമായിരുന്നു. MLA പറഞ്ഞിട്ടുണ്ട്, ആ, ആ. പക്ഷെ പ്രിൻസിപ്പൾ സമ്മതിക്കുന്നില്ല. കോളേജ് ഓണർ ഉണ്ടല്ലോ പാർവതിയമ്മ, നല്ല സ്ത്രീയാണെന്നാ പറഞ്ഞേ. വീട് എവിടെന്നറിയോ? അറിയാം, എന്നാലും അവരെ ബുദ്ധിമുട്ടിക്കണ്ട. നിങ്ങളുടെ പ്രിൻസിപ്പലിനോട് ഞാൻ വന്ന് പറയാം. പ്രിൻസിപ്പളിനെ അറിയോ? മോൾ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് തിരിച്ചൊന്ന് ചെയ്യാൻ എനിക്കും ഒരു അവസരമാകുമല്ലോ. ഞാൻ വരാം മോളെ. എന്നിട്ടും സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഓണറെ കാണാം. എന്താ? മതി, എന്തായാലും സീറ്റ് കിട്ടണം. മോള് വാ. ആ ശ്രുതിയില്ലേ, ആകെ ചമ്മിപ്പോയി. എടി എടി, അത് നിങ്ങളുടെ വണ്ടിയല്ലേ? അതെ, അച്ഛമ്മയുടെ വണ്ടിയാ. പാർവതി അമ്മ അങ്ങനെ ക്യാമ്പസിൽ വരാറില്ലല്ലോ. വാ നോക്കാം. പോകാം. അച്ഛമ്മേ, ആഹാ. ഇവളെന്താ അച്ഛമ്മയുടെ കൂടെ? എനിക്ക് പ്രിൻസിപ്പാളിനെ ഒന്ന് കാണണം.
എന്തിന്? അതെന്താ ഒരു ചോദ്യം ചെയ്യല്? അല്ലച്ചമ്മ ഇവള് ആദ്യം ഞാൻ പ്രിൻസിപ്പാളിനെ ഒന്ന് കാണട്ടെ. അല്ല, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ട്, പക്ഷേ ക്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ നിന്നെ ക്ലാസ്സിലല്ലേ കാണേണ്ടത്? ഞാനിപ്പോ പോവാം. ഇനി ഇപ്പൊ വേണ്ട, ഞാൻ തിരിച്ചു വരുന്നിടം വരെ ഇവിടെ ഉണ്ടാവണം കേട്ടോ. അത് അച്ഛമ്മ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടി. മതി മതി മതി, ബാക്കി ഞാൻ വന്നിട്ട്. മോള് വാ. വാ. രംഭ, എന്താ ഇത്? മനസ്സിലായില്ലേ? അവള് പാർവതിയമ്മയെ ചെന്ന് കണ്ട് കരഞ്ഞു കാല് പിടിച്ചു. അവൾക്ക് സീറ്റ് കൊടുക്കാനായിരിക്കോ? അവൾക്ക് സീറ്റ് കൊടുക്കാനായിരിക്കോ? സെക്കൻഡ് ഇയറിലെ രേഷ്മ ഞാൻ പരിചയപ്പെട്ടു. മൊത്തം കുഴപ്പക്കാരാ കേട്ടോ. ആ രമ്പയുടെ വാലുകളാ എല്ലാത്തിനും മുടിഞ്ഞ കാശാ. അതിന് നമുക്കെന്താ? ആ, നാളെ നിന്റെ ഏട്ടനെ ഒന്ന് വിളിക്കണം. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നോന്നറിയണ്ടേ? വിളിക്കാം, തീർന്ന അവര് വരും. സീറ്റ് കിട്ടണമെന്നുള്ള ആഗ്രഹമൊക്കെ നടന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയില്. ഇനി അമ്മയുടെ വിഷമം കൂടി മാറണം. അതും ദൈവം നടത്തി തരും, നീ നോക്കിക്കും. ആ, എടി, എനിക്ക് ഈ റോഡ് കാണുമ്പോഴേ നമ്മുടെ റോസ് പ്ലാന്റേഷനിലേക്കുള്ള വഴി എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടാൻ പഠിച്ചില്ലേ? നിക്കടെ ഇവിടെ. അന്ന് ഓടിക്കളഞ്ഞ എന്റെ കൈ കിട്ടില്ലെന്ന് ചോദിച്ചാ. എന്റെ അമ്മ എന്തുമാണ്? പത്മിനി, നീ എന്തായി കാണിക്കുന്നേ? ഇത് ആരുടെയാണെന്ന് അറിയാതെ. ഓ, നല്ല ക്രീമാടി. നമുക്കിത് തേച്ച് തേച്ച് വെളുക്കാം. എന്താ പത്മിനി? ഞാൻ മാറ്ററിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാലോ. എന്താന്ന് എനിക്കറിയാം. ഇങ്ങ് വന്നേ. നമ്മളില്ലാത്തപ്പോഴേ ട്രീസ മാഡം വന്ന് റൂമില് ഈ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടി കൊണ്ടുവച്ചതാ. കൊറേ കാത്തിട്ടും കാണാതായപ്പോ കൊണ്ടുവന്നൊക്കെ ഇവിടെ തന്നെ വെച്ചു. അത്ര തന്നെ. അല്ലാതെ ഇങ്ങനെയൊക്കെ ആരടി നമ്മളെ സഹായിക്കുന്നേ? ശരിയായിരിക്കും, പക്ഷേ എന്നാലും മാഡത്തിനോട് ചോദിക്കാതെ എടുക്കുന്നത് ശരിയല്ല. ഞാൻ എടുക്കും. ആദ്യം റൂമിലെ മുഷിനെ നാറ്റൊന്ന് മാറ്റട്ടെ. എന്താ ആരുടെയാണെന്ന് അറിയാൻ നീ എന്തായി കാണിക്കുന്നേ? നിന്റെ നാറ്റം മാറ്റട്ടെ. അതോടെ വെക്കാന്ന് ഞാൻ പറഞ്ഞേ. നിങ്ങളോട് ആരാടി ഞങ്ങളുടെ റൂമിൽ കയറാൻ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ മുറിയല്ലേ? നോ, ഇത് എന്റെ മുറിയാ. എന്ത് കൾച്ചർലെസ് എവൾമാര്. ഏയ്, സൂക്ഷിച്ച് സംസാരിക്കണം. ഈ മുറിയിൽ നിങ്ങളുടെ ബാഗ് ഒക്കെ കൊണ്ടുവയ്ക്കാൻ ആരാ പറഞ്ഞത്? ആര് പറഞ്ഞ നിനക്കെന്താടി? നാശം, എല്ലാം എടുത്ത് തീർത്തു. കാട്ടുവാസികളല്ലേ, ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അതിന്റെ കുഴപ്പാ. ഇനി ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഡെറ്റോൾ ഇട്ട് കഴുകണം. ഞങ്ങൾക്ക് എന്താ പകർച്ചവ്യാധി ഉണ്ടോ? ഉണ്ടാവും. നിനക്കളി. ദേ, നിങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിക്കേ. ഞങ്ങള് പോകാനോ? പോകേണ്ടത് നിങ്ങളാ. ഇറങ്ങടി രണ്ടും. ദേ, ചെമ്പയുടെ കൂടെ നടക്കുന്നത് കരുതി അവള് പറയുന്നത് പോലെ പറയാൻ നോക്കിയാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ആദ്യം പുറത്തിറങ്ങടി. ഇല്ല, ഓടി ഇവിടെ. എന്തേത്? മാഡം, ഞങ്ങളുടെ മുറിയിൽ ഇവരിവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല. ഈ മുറി ഇവർക്ക് കൊടുത്തു. നിങ്ങളുടെ സാധനങ്ങൾ റൂം നമ്പർ 105 വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലേ. എനിക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോളൂ. അല്ലാതെ ഇവിടെ കിടന്ന് വെറുതെ ഒച്ച വെക്കണ്ട. കേട്ടല്ലോ? കേട്ടില്ലടി. ഇത്രയും നല്ല മുറിയിൽ കിടന്ന് നീയൊക്കെ സുഖിച്ചാ ഞങ്ങക്ക് സമാധാനം കിട്ടോ? അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തു. അത് പാസ്സായി. ഇനിയും റിക്വസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ മുറിന്ന്, പിന്നെ ഈ ഹോസ്റ്റലിന്ന്, അത് കഴിഞ്ഞ് ഈ കോളേജിൽ നിന്ന്. സാർ അതിൽ എന്താ എഴുതിയത്? ഞാനിന്ന് നോക്കട്ടെ. നോക്കട്ടെ. എനിക്കറിയില്ല. എനിക്കറിയാം. ഞാൻ വിചാരിക്കുന്നത് തന്നെയാവും അതിൽ എഴുതിയിരിക്കുന്നത്.